11,600 CE, 24,500 PE, ബാങ്ക് നിഫ്റ്റി, FNO, ഫ്യൂച്ചർ ഓപ്ഷൻ, എക്സ്പയറി, ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് തോന്നാറുണ്ട് ഇതെന്താണ് സംഭവം, ഇതൊക്കെ എങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ അതിൽ ഇക്വിറ്റി, കറൻസി ആൻഡ് FNO. അപ്പോൾ ഈ FNO പറഞ്ഞ സംഭവം എന്താണ്, അല്ലെങ്കിൽ അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇക്വിറ്റീസിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ക്ലാരിറ്റി ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളിന്ന് പഠിക്കാൻ പോവാണ്. ഓക്കെ, അതിനെക്കുറിച്ച് എൻഡ് ടു എൻഡ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ലെവൽ വരെ നമുക്ക് എന്തൊക്കെ വേണം അത് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഫുൾ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ലെറ്റ് സ്റ്റാർട്ട്. എൻ്റെ പേര് അജീഷ്, ഞാനൊരു ബാങ്കറാണ്. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് വളരെ വളരെ സിമ്പിൾ, പൂ പോലെ ഒരു സിമ്പിളായ ഒരു ടോപ്പിക്കാണ് FNO, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്. ഓക്കെ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ രണ്ട് പോർഷൻസ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ. പക്ഷേ ഈ രണ്ട് സംഭവങ്ങളും ഇൻക്ലൂഡാണ് ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിലാണ്. ആ ഹെഡിങ്ങിൻ്റെ പേരാണ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, ഡെറിവേറ്റീവ്സിൻ്റെ അണ്ടറിൽ വരുന്ന 4 പോർഷൻസ് ഉണ്ട്: ഫോർവേഡ് കോൺട്രാക്ട്, ഫ്യൂച്ചർ, ഓപ്ഷൻ ആൻഡ് സ്വാപ്പ്. ഓക്കെ, ഇതിൽ തന്നെ ഫോർവേഡ് കോൺട്രാക്റ്റും സ്വാപ്പും നമുക്ക് ആക്ച്വലി ഓവർ ദ കൗണ്ടർ അല്ല. ഓക്കെ, അത് നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ആസ് എ ട്രേഡർ അല്ലെങ്കിൽ ആസ് എ ഇൻവെസ്റ്റർ നമുക്കത് ഉപയോഗവുമില്ല. അതാണ് ഒരു സത്യാവസ്ഥ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ക്ലാരിറ്റി എടുക്കുന്നില്ല. നമ്മൾ എന്നാലും ടച്ച് ചെയ്തിട്ട് പോകുമെന്ന് മാത്രം. ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കുന്നത് ഡെറിവേറ്റീവ്സ് എന്താണെന്ന്. ഓക്കെ, ഡെറിവേറ്റീവ്സ് എന്താണ്? ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഡെറൈവ് എന്ന് തന്നെ. ഓക്കെ, ഡെറൈവ് എന്ന് പറയുമ്പോൾ ഒരു certain value that is derived from the underlying asset. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് നോക്കാം. 2 ലോക്കർ എ, ലോക്കർ ബി. ഓക്കെ, 2 ലോക്കറിനും ഒരു കീ. ഓക്കെ, ലോക്കർ എ ബ്ലാങ്ക് ആണ്, ലോക്കർ ബി ഹാസ് സം ഗോൾഡ്, സം അസെറ്റ്, മേ ബി ഒരു 1 lakh വാല്യൂ ഉള്ള ഒരു അസെറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ലോക്കർ എയുടെ കീന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? നെൽ, കാരണം അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇനിയിപ്പോൾ ആ കീ നഷ്ടപ്പെട്ടാലും നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അതുപോലെ തന്നെ ലോക്കർ ബീന് എന്തെങ്കിലും വാല്യൂ ഉണ്ട്, ആ അസെറ്റിൻ്റെ സർട്ടൻ എമൗണ്ട് ഓഫ് വാല്യൂ അതിനുണ്ട്. എക്സാക്ട് എമൗണ്ട് ഉണ്ടാവണമെന്നില്ല, ബട്ട് സർട്ടൻ എമൗണ്ട്, കാരണം അതിൽ അത്രയും അസെറ്റ് ഇൻവോൾവ്, നമ്മുടെ അസെറ്റ് ആണല്ലോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ സർട്ടൻ എമൗണ്ട് ഓഫ് അസെറ്റ് ഈസ് ഇൻവോൾവ്. സോ ആ പറയുന്ന കീന് ഒരു വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഡെറിവേറ്റീവ്സ്. ആ കീന് അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലെങ്കിൽ ഇറ്റ് ഡസൻറ്റ് ഹാവ് എൻ എ വാല്യൂ. But if some asset is there in it, then it also has some certain of amount of value. Okay, ആ ഒരു വാല്യൂ ആണ് ഡെറിവേറ്റീവ്സ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഫ്യൂച്ചറും ഓപ്ഷൻസും. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് സ്വയമായിട്ടൊരു വാല്യൂ ഇല്ല അൺടിൽ ആൻഡ് അൺലെസ് ദർ ഈസ് എൻ അണ്ടർലൈങ് അസെറ്റ്. അതിൻ്റെ ബാക്കിൽ ഒരു നല്ല അസെറ്റ് ഇല്ലെങ്കിൽ ദർ ഈസ് നോ വാല്യൂ ഫോർ ദ ഗിവൻ ഐറ്റം. അൺടിൽ ആൻഡ് അൺലെസ് ദർ ഈസ് സർട്ടൻ വാല്യൂ ടു ഇറ്റ്. ആ അസെറ്റിനൊരു വാല്യൂ ഉണ്ട്. ആ അസെറ്റിനൊരു വാല്യൂ ഇല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കും ഒരു വാല്യൂ ഉണ്ടാവില്ല. ഈ പറയുന്ന ടേംസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഐറ്റംസിനും ഒരു വാല്യൂ ഉണ്ടാവില്ല. ഇഫ് ദർ ഈസ് സർട്ടൻ വാല്യൂ ടു ഇറ്റ്, ദെൻ ഓൺലി ഇറ്റ് വിൽ ഡിറൈവ് സം വാല്യൂ. ഇത് ഡിറൈവ് ചെയ്തെടുക്കണം. അതിൻ്റെ ഒരു വാല്യൂ അവർ ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ആ അസെറ്റ് മാറ്റി കഴിഞ്ഞാൽ ഈ പറയുന്ന സംഭവങ്ങൾക്കും ഒരു വാല്യൂ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഒരു സംഭവം ഫോർവേഡ് കോൺട്രാക്ട് ആയിരിക്കും. കാരണം ഫോർവേഡ് കോൺട്രാക്റ്റും ഫ്യൂച്ചറും ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മൾ ഫോർവേഡ് കോൺട്രാക്റ്റിനെ കുറിച്ച് പഠിച്ചാൽ തന്നെ അതിൻ്റെ ബേസ് നമുക്ക് മനസ്സിലാവും. ഫ്യൂച്ചർ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഫ്യൂച്ചർ ഏത് ടേം ട്രേഡിങ്ങിൽ എന്താ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോർവേഡ് കോൺട്രാക്ട് നമുക്ക് ആദ്യം നോക്കാം. ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഫോർവേഡ് മുമ്പിലോട്ടുള്ള കോൺട്രാക്റ്റാണ്. ഓക്കെ, ഫോർവേഡ് കോൺട്രാക്ട് ഫോർ എക്സാമ്പിൾ ഞാനൊരു കർഷകനാണ്. ഓക്കെ, എൻ്റെ കൃഷി വാഴയാണ്, ഞാൻ വാഴ കൃഷി നടത്തണം. ഓക്കെ, അപ്പോൾ ഞാൻ ഓണത്തിൻ്റെ സീസൺ കണ്ടിട്ടാണ്, ഓണത്തിൻ്റെ കാലത്താണല്ലോ ഇതിന് ഭയങ്കരമായിട്ട് വില കൂടുന്നത്, ചിപ്സൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സീസൺ കണ്ടിട്ടാണ് ഞാൻ ഇതിന് കൃഷി നടത്തുന്നത്. അപ്പോൾ മേ ബി 2 മാസം കൂടിയേ ഉള്ളൂ ഓണം വരാൻ. ഓണത്തിൻ്റെ സീസണിന് 2 മാസം കൂടിയേ ഉള്ളൂ. അപ്പം ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കാരണം മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ, അവിടെ ഇവിടെയും കാറ്റും മഴയും. അപ്പോൾ എൻ്റെ കൃഷിയിൽ എന്തെങ്കിലും നാശം സംഭവിച്ചാലോ? അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് തന്നെ ഒരു ബയറിന് കണ്ടെത്തുകയാണ്. ആ ബയറായിട്ട് ഞാനൊരു കോൺട്രാക്റ്റിൽ വരികയാണ്. ആ ബയർ എനിക്കൊരു സർട്ടൻ എമൗണ്ട് ഓഫ് പ്രീമിയം തരുകയും, ഒരു ചെറിയ എമൗണ്ട് ഓഫ് പ്രീമിയം. ഓക്കെ, ആ പ്രീമിയമാണ് നമുക്ക് എന്താ പറയുക, ഒരു കോൺട്രാക്ട് ഫോം ചെയ്യാൻ. ഞാൻ ആസ് എ സെല്ലർ, ഈ ആസ് എ ബയർ
അപ്പം നമ്മൾ രണ്ടുപേരും ഒരു കോൺട്രാക്റ്റിൽ വരണം. ആ കോൺട്രാക്റ്റിൽ നമ്മൾ പറയുന്നത് 2 മാസം കഴിഞ്ഞിട്ട് എന്ത് തന്നെ കണ്ടീഷൻ ആണെങ്കിലും ഈ പറയുന്ന ബയർ എൻ്റെ കയ്യിൽ നിന്ന് ഈ സംഭവം വാങ്ങിക്കും. അപ്പം ഞാൻ സെക്യൂർഡാണ്, എനിക്ക് എൻ്റെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടെങ്കിലും എനിക്ക് കിട്ടും അല്ലേ. അപ്പോൾ ബയർ വിചാരിക്കണമെന്ന് വെച്ചാൽ 2 മാസം കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വിലയ്ക്ക് കുറച്ചൊരു വിലയ്ക്ക് ആ പറയുന്ന ആ പീക്കുള്ള വിലയല്ല, ചെറിയൊരു വിലയ്ക്ക് എനിക്ക് ഈ സംഭവം കിട്ടും. അപ്പോൾ ആളും സേഫാണ്, ആൾക്കാരുടെ പ്രോഫിറ്റ് മാർജിൻ കൂടി. ആ സംഭവമാണ് ഫോർവേഡ് കോൺട്രാക്ട്. അപ്പോൾ ഈ ഫോർവേഡ് കോൺട്രാക്ട് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഫോർവേഡ് കോൺട്രാക്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചർ മനസ്സിലാക്കുമെന്ന് പറഞ്ഞത്. ഈ സംഭവം റെഗുലേറ്റ് ചെയ്യാൻ സെബിനെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ബൈയിങ് സെല്ലിങ് റെഗുലേറ്റ് ചെയ്യാൻ സെബിനെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഫ്യൂച്ചറായി. ഫ്യൂച്ചറിൽ പിന്നെയും കുറച്ച് ടെക്നിക്കൽസ് ഉണ്ട്, ബട്ട് ദെൻ നമുക്ക് ഇപ്പോൾ ഒരു ബേസ് സ്ട്രക്ചർ ഓഫ് ഫ്യൂച്ചർ ഇതാണ്. ഒരു കോൺട്രാക്ട് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ ആൻഡ് റെഗുലേറ്റഡ് ബൈ സെബി. ഇത്രയുള്ള സംഭവം ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോർവേഡ് കോൺട്രാക്റ്റും ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി, അതിൻ്റെ ടെക്നിക്കാലിറ്റി എന്താണ്. ബട്ട് ഫ്യൂച്ചറിലുള്ള ചെറിയൊരു സംഭവം, നമുക്ക് ബേസിക്കലി എങ്ങനെയാണത് ഷെയർ മാർക്കറ്റിൽ ഉപയോഗപ്പെടുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഷെയർ മാർക്കറ്റിൽ അത് എഫക്റ്റ് ചെയ്യണം എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സെബി റെഗുലേറ്റഡ് ആണ്, ബയറും സെല്ലറും ഉണ്ട്, ഈ പറയുന്ന ബേസിക് കോൺസെപ്റ്റ്സ്. ഇനി ഇത് ഷെയർ മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകണം. ഫോർ എക്സാമ്പിൾ, ഒരു സ്ഥലമുണ്ട്. ഓക്കെ, ആ സ്ഥലത്തിന് 1,00,000 രൂപ കിട്ടും, ബട്ട് ഇന്നല്ല 2 മാസം കഴിഞ്ഞിട്ട്. അത് ആർക്ക് കിട്ടും? ഈ പറയുന്ന കടലാസ്. ഫോർ എക്സാമ്പിൾ, ഇതൊരു ആധാരമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അല്ല, പക്ഷെ ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, 2 മാസം കഴിഞ്ഞാൽ ആ സ്ഥലത്തിന് 1,00,000 രൂപ തരാം. 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഇന്ന് അതിൻ്റെ വില 1,00,000 രൂപയല്ല. ഓക്കെ, അപ്പോൾ 2 മാസം കഴിഞ്ഞ് നമുക്ക് ഒരു സ്ഥലം കിട്ടും. ഈ പേപ്പർ ആരുടെ കയ്യിലുണ്ടോ അവർക്ക്. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ആ ലാൻഡിൻ്റെ പകരം നമ്മളൊരു സ്റ്റോക്കിനാക്കാം. ഓക്കെ, അത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സ്റ്റോക്കാണെന്ന് വെച്ചു. ഓക്കെ, ആ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സ്റ്റോക്കിന് ഇന്ന് വില 1000 രൂപയാണ് ഫോർ എക്സാമ്പിൾ. ഓക്കെ, അതിന് 2 മാസം കഴിഞ്ഞിട്ട് ഒരു സ്റ്റോക്കുമ്പോൾ 1500 ഓക്കെ, അപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്റ്റോക്കിന് തന്നെ 500 രൂപ ലാഭമാണ്. അപ്പോൾ ഇപ്പോൾ ഈ കോൺട്രാക്റ്റിൽ പറയണത് എന്താ വെച്ചാൽ 2 മാസം കഴിഞ്ഞാൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സ്റ്റോക്കിന് 1500 രൂപയാവും, പക്ഷേ ഇന്ന് അതിൻ്റെ വാല്യൂ 1000 ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് 1000 ആണെങ്കിൽ ഈ സ്റ്റോക്ക്, ഈ പറയുന്ന കടലാസ് വാങ്ങിക്കാൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ക്യാഷിനൊരു എമർജൻസി ഉണ്ടെങ്കിൽ ഇതെനിക്ക് വിറ്റിട്ട് ഇന്ന് കാശാക്കാമല്ലോ. കാരണം ഈ പേപ്പർ ആരുടെ കയ്യിൽ നിൽക്കണോ അവർക്കാണ് ഈ സംഭവം കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ സംഭവം എനിക്ക് ട്രേഡ് ചെയ്യാമല്ലോ. അതാണ് ഫ്യൂച്ചർ. ഈ പേപ്പറാണ് ഫ്യൂച്ചർ. ഇതൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഇത് ഇപ്പം നമ്മൾ ഒരു കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഫ്യൂച്ചർ വാങ്ങിക്കണം. ആ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഫ്യൂച്ചർ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ 2 മാസം കഴിഞ്ഞിട്ട് 1500 ഉള്ളൂ, ഇന്ന് 1000 ആണ്. ഓക്കെ, മേ ബി ഇന്ന് ചില ആൾക്കാർ 900 രൂപയ്ക്കോ 800 രൂപയ്ക്കോ 700 രൂപയ്ക്കോ വാങ്ങിക്കും. എനിക്ക് ബെനിഫിഷ്യൽ തോന്നുന്ന റേറ്റിന് എനിക്ക് വിൽക്കാം അല്ലേ. ബട്ട് 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ 1500, അത് ഓർമ്മ വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആൾ 2 മാസം വരെ, അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ വാങ്ങിച്ചു. ഓക്കെ, 2 മാസം വരെ വെയിറ്റ് ചെയ്യണം. 2 മാസം കഴിഞ്ഞിട്ട് ആൾ സെല്ല് ചെയ്യുമ്പോൾ ആൾക്ക് 1500 രൂപ കിട്ടി. ബട്ട് ഇതിനൊരു തിരിച്ചും ഒരു സംഭവമുണ്ട്. ഈ പറയുന്ന 1500 ഗ്യാരണ്ടീഡ് അല്ല, ഷെയർ മാർക്കറ്റാണ്, ഒന്നും ഗ്യാരണ്ടീഡ് അല്ല, നടക്കണ പോലെ നടക്കും. ചിലപ്പോൾ ഇത് 500 രൂപയും ആവാം. നിങ്ങൾക്ക് 1500 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ 500 ലാഭം. പക്ഷേ 500 രൂപ ഇടിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സ്റ്റോക്ക്, കാരണം അണ്ടർലൈങ് അസറ്റ് സ്റ്റോക്കാണ്, സ്റ്റോക്ക് എങ്ങനെ പെർഫോം ചെയ്യണോ അതിനനുസരിച്ചാണ് ഇതും പെർഫോം ചെയ്യുക. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന് എന്തെങ്കിലും ഒരു ലോസ് വരികയാണ്, കമ്പനിക്ക് ലോസ് വരികയാണെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സ്റ്റോക്ക് ഇടിഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറും ഇടിയും. ഫ്യൂച്ചർ ഇടിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് 500 രൂപ ലാഭമാണ്. പക്ഷേ ഇതിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഫ്യൂച്ചറും ഓപ്ഷൻസും ഒക്കെ ഒരു ലോട്ട് കണക്കിനുണ്ടാവും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരെണ്ണമായിട്ടല്ല ഫ്യൂച്ചറും ഓപ്ഷൻസും ട്രേഡ് ചെയ്യുക, അതൊരു ലോട്ടാണ്. അപ്പോൾ ലോട്ട് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ റിലയൻസിൻ്റെ ഫ്യൂച്ചറിൽ 555 എണ്ണമാണ് തോന്നുന്നു, 50-55 ഒരെണ്ണം. അപ്പോൾ അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വാല്യൂ 2113 രൂപയാണ് സ്റ്റോക്ക് വാല്യൂ. അപ്പോൾ അത്രയും വാല്യൂ ആണ് ഒരെണ്ണത്തിന്. ദാറ്റ് ഇൻറ്റു 550 അത്രയും വാല്യൂ ആണ്. അപ്പോൾ ഒരെണ്ണത്തിന് 500 രൂപ ഇടിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 550 എണ്ണത്തിന് 500 രൂപ ഇടിയും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഹ്യൂജ് ലോസ് വരും. ബട്ട് ദെൻ അത് കയറി കഴിഞ്ഞാൽ ഒരു രൂപ കയറിയാലും മതി, 550 രൂപ നിങ്ങൾക്ക് ലാഭമാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ട് ഒരു ക്ലാരിറ്റി.
പിന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, ഫ്യൂച്ചറിൽ തന്നെ മൂന്ന് തരമുണ്ട്. ഒരു മാസത്തിന് എക്സ്പയറിയിൽ, 2 മാസത്തിന് എക്സ്പയറിയിൽ, മൂന്നാമത്തെ മാസത്തിന് എക്സ്പയറി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കോൺട്രാക്ട് അവസാനിക്കുന്ന ദിവസം, അതിനാണ് എക്സ്പയറി പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിച്ചു, അതിൻ്റെ 1 മാസം കഴിയുമ്പോൾ അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞു. അതിൻ്റെ എക്സ്പയറി അതിലുണ്ടാവും, ആ ഡേറ്റിൽ തന്നെ ഉണ്ടാവും. 29 ഒക്ടോബർ, 30 നവംബർ അങ്ങനെ പറഞ്ഞിട്ട് അതിൽ ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റിലാണ് അത് എക്സ്പയർ ആകാൻ പോകുന്നത്. ബട്ട് ജനറലി ആൾക്കാർ ഇത് ഹോൾഡ് ചെയ്ത് വെക്കാറില്ല. കാരണം ഇന്ത്യൻ ഡെറിവേറ്റീവ് മാർക്കറ്റാണ് ലോകത്തിലെ ഏറ്റവും വോളറ്റൈൽ അല്ലെങ്കിൽ വളരെ ലിക്വിഡായിട്ട് നിൽക്കുന്ന ഒരു മാർക്കറ്റ്. ഓൾമോസ്റ്റ് റെസ്റ്റ് ഓഫ് ദ വേൾഡിനെക്കാട്ടിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 5 ടൈംസ് വലുതാണ് ഇന്ത്യൻ ഡെറിവേറ്റീവ് മാർക്കറ്റ്. ഇക്വിറ്റി അല്ല, ഡെറിവേറ്റീവ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ. അത്ര അധികം ആൾക്കാർ ഇതിൽ പൈസ പുട്ട് ചെയ്തിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വിതിൻ എ ഡേ അല്ലെങ്കിൽ വിതിൻ എൻ അവർ അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കിട്ടാനുള്ള വാല്യൂ അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ലാഭം നമുക്ക് ഉണ്ടാക്കാം. ബട്ട് അത് അത്രയും ഡേഞ്ചറുമാണ് എന്ന് ആലോചിക്കണം. 10-15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫുൾ ക്യാപിറ്റൽ പോകാനും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിനൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ക്ലിയർ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ പിക്ചർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ ട്രേഡ് ചെയ്യണത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യണത് എന്ന് മനസ്സിലാക്കി. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി ഒരു ചോദ്യം വരാം, ഇപ്പോൾ യു ഹാവ് എൻ ഐഡിയ, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, ഈ പറയുന്ന കൊച്ചിൻ ഷിപ്പ് യാർഡ് സ്റ്റോക്ക് 2 മാസം കഴിഞ്ഞാൽ 1500 രൂപയാവും. ഓക്കെ, ഇന്നിപ്പോൾ 1000 രൂപയുള്ളെങ്കിൽ അപ്പോൾ നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് എന്തിനാണ് ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യണത്? അത് എന്താണ് അതിൻ്റെ റീസൺ? അതിൻ്റെ ഒരേ ഒരു റീസൺ എന്താ വെച്ചാൽ വളരെ ലിക്വിഡാണ്, വളരെ വോളറ്റൈലാണ്. നമുക്ക് ഇത്രയും നേരം ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റോക്ക് 2 മാസം കൊണ്ട് മൂവ് ചെയ്യണ സ്റ്റോക്സൊക്കെ ഫ്യൂച്ചറിൽ 1 ദിവസം കൊണ്ട് മൂവ് ചെയ്യും. 1 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന 500 രൂപ വെച്ച് ലാഭം കിട്ടും. ബട്ട് അത് തിരിച്ചു നടക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് വളരെ ഡേഞ്ചറസ് ആണ്. നമുക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു സർട്ടൺ ഐഡിയയിൽ നിങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതിൽ ട്രേഡ് എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഒരു റിസ്ക് അപ്പറ്റൈറ്റ് ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ. ബട്ട് ദെൻ ഇഫ് യു ഡോണ്ട് ഹാവ് എനിത്തിങ് സച്ച്, ഡോണ്ട് ഡു ദാറ്റ്. ഇറ്റ് ഈസ് വെരി റിസ്കി. നമ്മളുടെ ക്യാപിറ്റൽ ഫുള്ളി എറോഡ് ചെയ്യാൻ അത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിന് ഇഷ്ടംപോലെ ക്യാപ്പബിലിറ്റി ഉണ്ട്. ഈവൻ വോൺ ബഫറ്റ് 2003 ഒരു കോൺഫറൻസിൽ, എനിക്ക് തോന്നുന്നു ബഷീർ ആയിരിക്കും എന്ന് തോന്നുന്നു, ആ കോൺഫറൻസിൽ ആൾ പറഞ്ഞിട്ടുണ്ട്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആർ ദി വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ. നമ്മൾ അറ്റോമിക് ബോംബിനൊക്കെയാണ് പറയുക. അത്രയും ഡേഞ്ചറസ് ആണ് ഈ പറയുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്നൊക്കെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ബട്ട് ദെൻ ഇത് നമ്മൾ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ ഒരു കരിയർ അല്ലെങ്കിൽ നമ്മൾ ഇതിലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ടെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിലൊരു ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മളിത് ഇൻവെസ്റ്റർ നമ്മളിതിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് എന്തായാലും അറിഞ്ഞിരിക്കണം എന്ന് തന്നെയാണ്. ട്രേഡ് ചെയ്യാണ്ടിരിക്കാൻ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. ബട്ട് ഐ ഡോണ്ട് പ്രിഫർ, ഞാൻ പ്രിഫർ ചെയ്യാറില്ല ട്രേഡ് ചെയ്യാൻ. ഞാൻ അത്യാവശ്യം ട്രേഡ് ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശൊക്കെ കളഞ്ഞ ആളാണ്. ബട്ട് ദെൻ ഇഫ് ഐ ഹാവ് സർട്ടൺ ഐഡിയ, 100% ഷ്യൂറിറ്റി ഒക്കെ ഉള്ള ഒരു സർട്ടൺ ഐഡിയാസ്, 100% ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ കൂടി സർട്ടൺ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ട്രേഡ് ചെയ്യാറുണ്ട്. ഇഫ് ഐ എം ഷ്യൂർ ദാറ്റ് ഐ വോണ്ട് ഹാവ് എ ലോസ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഇത്രയും തന്നെയാണ് ഫ്യൂച്ചറിനെ കുറിച്ച്. അപ്പോൾ ഫ്രണ്ട്സ്, ഫ്യൂച്ചേഴ്സ് ഇതുവരെ ഇത്രയും പോർഷൻസ് ആയിരുന്നു. ഇനി നെക്സ്റ്റ് പോർഷൻ ഈസ് ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കുന്നുണ്ടാവും. ഈ വീഡിയോ ഇനി ഓൾറെഡി ആയിട്ട് എനിക്ക് 10-15 മിനിറ്റ് ഓൾറെഡി ആയി. ഇനി ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഒരു ഫ്രഷ് സ്റ്റാർട്ടായിട്ട് ഓപ്ഷൻസിന് തുടങ്ങാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാം. പിന്നെ ഈ ചാനലിൽ ഞാൻ ഇപ്പോൾ നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ കുറേ സ്ട്രാറ്റജീസും പിന്നെ ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പിന്നെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഡു ഷെയർ ആൻഡ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.